വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കാം. ഇതിനായി 1/2 കിലോ അയല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് 1/2 കുടംപുളി കഴുകി വൃത്തിയാക്കിയത് ഇട്ടുവെക്കാം. ഇനി മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരുകിയത്, അതായത് 2 പിടി തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 6 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ചമ്മന്തിക്ക് അരയ്ക്കും പോലെ അരച്ചെടുക്കുക. ഇനി 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നെടുകെ കീറിയത്, കറിവേപ്പില എന്നിവ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളവും, ആവശ്യത്തിന് ഉപ്പും, 1 തണ്ട് കറിവേപ്പിലയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നന്നായി തിളപ്പിക്കുക. ഒരു 3-4 മിനിറ്റ് നേരം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം വീണ്ടും ഈ കറി നന്നായി തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കറി അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. നമ്മുടെ മീനൊക്കെ വെന്ത് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടച്ച് മാറ്റി വെക്കാം. ഇനി കറിക്ക് ആവശ്യമായ കടുക് താളിക്കുന്നതിന് വേണ്ടി ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കാം. സ്വാദിഷ്ടമായ തേങ്ങ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.